അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ +2 റിസൾട്ട് വന്നിരിക്കുന്നു. വലിയ സെലിബ്രേഷൻ നാടൊട്ടുക്കും നടക്കുകയാണ്. നിങ്ങളിൽ പല ആളുകളും വലിയ സന്തോഷത്തിലാണ്, എനിക്കറിയാം. റിസൾട്ട് വന്നതിൻ്റെ വലിയ സന്തോഷം പങ്കുവെക്കാൻ എനിക്ക് 1200 മാർക്കും കിട്ടി എന്ന് പറയാൻ ഇപ്പോൾ ഈ മുറിയിൽ വന്നിറങ്ങിപ്പോയിട്ടേ ഉള്ളൂ ഗൗരി പാർവതി എന്ന കുട്ടി. അവൾ കോഴിക്കോട്ടുള്ള മാനാഞ്ചിറയിലെ സൈലം ട്യൂഷൻ സെൻ്ററിൽ പഠിച്ച കുട്ടിയാണ്. അവൾ മാത്രമല്ല, ദേവനന്ദ എന്ന കുട്ടി ഇതേ മാനാഞ്ചിറ സെൻറ്ററിൽ പഠിച്ച് 1200 മാർക്കും വാങ്ങിയിരിക്കുന്നു. കൊല്ലത്ത് നീരജയുണ്ട്, മലപ്പുറത്ത് ബിറ്റ്സി ആൻഡ് ബിജു ഉണ്ട്. അവരൊക്കെ നമ്മളുടെ ഓൺലൈൻ ബാച്ചിനകത്ത് +2 സൂപ്പർ കിങ്സിനകത്ത് പഠിച്ച കുട്ടികളാണ്. അങ്ങനെ 1200 മാർക്കും വാങ്ങിയ, മുഴുവൻ മാർക്കും വാങ്ങിയ വളരെ കുറച്ച് കുട്ടികൾ മാത്രം കേരളത്തിലുള്ള ഈ വർഷം, അതിലേറെ പേരും സൈലത്തിൽ പഠിച്ചവരായിരുന്നു എന്ന് പേരെണ്ണി പറയാൻ കഴിയുന്നതിൻ്റെ സന്തോഷം സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എനിക്ക് ഒറ്റ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കുറേ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു. ഞാൻ അവരുടെയൊക്കെ പേരിങ്ങനെ വായിച്ചു പോവുകയായിരുന്നു. അതിൽ കോഴിക്കോട് തന്നെയുള്ള ആദിത്യയുണ്ട്, ട്രിവാൻഡ്രത്തുള്ള അഭിവാദുണ്ട്, മലപ്പുറത്തുള്ള ദേവികയുണ്ട്, തൃശ്ശൂരുള്ള വരുണുണ്ട്. ഇവരൊക്കെ 1200 1199 മാർക്കായി പോയവരാണ്. ഒരു മാർക്ക് കുറഞ്ഞവരാണ്. അങ്ങനെ 99, 98 എന്നെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ സയൻസ് വിഷയങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങിയ കുട്ടികളുടെ മൊത്തം എണ്ണം നമ്മൾ എടുത്താൽ, +2 ഫുൾ A+ വാങ്ങിയവരുടെ മൊത്തം എണ്ണം നമ്മൾ എടുത്താൽ, അതിൻ്റെ മെജോറിറ്റിയും അതിൻ്റെ ഏറിയ പെർസെൻറ്റേജും സൈലത്തിൽ പഠിച്ച കുഞ്ഞുങ്ങളായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അഭിമാനവും സന്തോഷവും സൈലത്തിനുണ്ട്. ഈ വർഷം പ്രത്യേകിച്ചും +2 സൂപ്പർ കിങ്സും സൈലം ട്യൂഷൻ സെൻ്ററുകളും പരീക്ഷ വിഷമമാവുമ്പോഴും അതിഗംഭീരമായി പെർഫോം ചെയ്ത വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും കേരളത്തിൻ്റെ മൊത്തം റിയാലിറ്റി അതല്ല. ഒരുപാടേറെ കുഞ്ഞുങ്ങൾ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം വലിയ സങ്കടത്തിലും നിരാശയിലുമാണ്. അവരും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ മുഴുവൻ മാർക്കും കിട്ടിയ കുട്ടികൾ, സയൻസ് വിഷയങ്ങളിൽ മുഴുവൻ മാർക്ക് കിട്ടിയ കുട്ടികൾ, അങ്ങനെ സൈലത്തിൽ പഠിച്ച കുട്ടികളെല്ലാവരും റിപ്പീറ്റർ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇന്നും ഇന്നലെ വൈകിട്ടും ഒക്കെയായി ഞങ്ങളുടെ വിവിധ ക്യാമ്പസുകളിൽ വരുന്നത് വലിയ കൂറ്റൻ ലഡുവിൻ്റെ പാക്കറ്റുകളൊക്കെ ചുമന്നിട്ടാണ് അവർ വരുന്നത്. അവരെല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷം കാണുമ്പോഴും ഞങ്ങളിരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നത്, ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയാത്ത, ഉള്ളിൽ കുറേ സങ്കടങ്ങളുള്ള കുട്ടികളും കേരളത്തിൽ ഇന്നുണ്ടാവും എന്നാണ്. പരീക്ഷ അപ്രതീക്ഷിതമായി വിഷമമായി പോയി. പ്രത്യേകിച്ചും കെമിസ്ട്രി പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ആയില്ല ഈ വർഷത്തേത്. ട്യൂഷൻ സെൻ്ററുകളിൽ പോയി പഠിക്കാൻ കഴിയാതെ പോയ, +2 ഓൺലൈൻ കോഴ്സ് പോലും ഫീസ് അടച്ച് പർച്ചേസ് ചെയ്യാൻ കഴിയാതെ പോയ, പല കാരണങ്ങളാൽ ഉഴപ്പിപ്പോയ, അങ്ങനെ പല കാരണങ്ങളാൽ മാർക്ക് കുറഞ്ഞു പോയ ഒരുപാടേറെ കുട്ടികൾ കേരളത്തിലുണ്ട്. ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം സ്വാഭാവികമായും അവരുടെ മുമ്പിലുണ്ട്. പാരൻസും ചുറ്റുമുള്ള ആളുകളുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മാർക്കുള്ളവരുടെ സെലിബ്രേഷനുകളോട് കമ്പയർ ചെയ്ത് കൂട്ടി വായിക്കുന്നതിൻ്റെ ഒരു വലിയ സങ്കടം പറഞ്ഞാൽ അറിയിക്കാത്ത സങ്കടമായി അവശേഷിക്കുന്നുണ്ടാവും. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ, എന്നെ കേൾക്കുന്ന പബ്ലിക് ഓഡിയൻസ് ഒക്കെ മനസ്സിലാക്കേണ്ടത്, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെല്ലാവരും. ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ റിയാലിറ്റിയാണ്. അവരുടേതല്ലാത്ത കുഴപ്പങ്ങൾ കൊണ്ട് അവർക്ക് പഠിക്കാൻ കഴിയാതെ പോയ കാലങ്ങളെ നാം മറന്നുപോകും. മറിച്ച് അവരെഴുതിയ പരീക്ഷയിലുള്ള റിസൾട്ട് മാത്രമാണ് നാം ശ്രദ്ധിക്കുക. ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ, അവരുടെ കഷ്ടപ്പാടുകളെ ഒക്കെ നമ്മൾ മറന്നുപോകും. അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാതെ പോയ, ക്വാളിറ്റി കോച്ചിങ് കിട്ടാതെ പോയ ഒരുപാടേറെ കുട്ടികൾ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ അവരുടെ സ്കൂളുകളിലെ അധ്യാപകർ ആത്മാർത്ഥമായി അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ഉഴപ്പിപ്പോയിട്ടുണ്ടാവും. അതും മറ്റൊരു റിയാലിറ്റിയാണ്. കുട്ടിക്കാലം എന്ന് പറയുന്നത് കുട്ടിക്കാലം തന്നെയാണ്. ഒരു കുട്ടിക്ക് 15 വയസ്സിലും 16 വയസ്സിലും ജീവിക്കുന്ന ജീവിതം അയാളുടെ 40 വയസ്സിലോ 50 വയസ്സിലോ ജീവിക്കാൻ കഴിയില്ല. കുട്ടിക്കാലം ഒരുപാട് രസമുള്ള മുഹൂർത്തങ്ങളാൽ സമ്പന്നമാവേണ്ട കാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉഴപ്പിപ്പോവുക, പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ പോവുക എന്നതൊക്കെ ഒരു റിയാലിറ്റിയാണ്. അതൊക്കെ കുട്ടി ചെയ്യുന്ന വലിയ കുഴപ്പങ്ങളായി വായിക്കാതെ അവൻ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു, അവനാൽ കഴിയും വിധം പെർഫോം ചെയ്തിരുന്നു. അതിനിടയിൽ അവനപ്പോൾ ഉഴപ്പിപ്പോയിട്ടുണ്ട്, സാരമില്ല. അവൻ അതുകൊണ്ട് അവൻ്റെ ഭാവി നശിപ്പിച്ച് കളയില്ല. അവൻ കുറെ കൂടെ ഇപ്പോൾ ഉഴപ്പിപ്പോയിട്ടുണ്ട് എങ്കിൽ, ഇപ്പോഴവൻ അല്പം സങ്കടം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അതിൻ്റെയൊക്കെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഗംഭീരമായൊരു ഭാവിയിലേക്ക് എൻ്റെ കുട്ടി നടന്നു പോവും എന്ന്
വിചാരിക്കാനും അങ്ങനെ കുട്ടിയെ അഡ്രസ്സ് ചെയ്യാനും കഴിയണം നമുക്കെല്ലാവർക്കും. ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന കുട്ടികളെല്ലാവരെയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണാനും കേൾക്കാനും ശ്രമിക്കാറുള്ളത്. ഇന്നലെ സൈലം പുതിയ വർഷത്തെ റിപ്പീറ്റർ കോഴ്സിലേക്കുള്ള സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്ത സമയത്ത് മുഴുവൻ മാർക്കും, അതായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും മുഴുവൻ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് നീറ്റിനും, ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും മുഴുവൻ മാർക്ക് വാങ്ങി, അതായത് 600 മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് JEEക്കും 100% സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തു ഇന്നലെ. 100% സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ ക്യാമ്പസിലും ഫീസ് അടക്കേണ്ടതില്ല, അവർ ഹോസ്റ്റലിലും ഫീസ് അടക്കേണ്ടതില്ല. അങ്ങനെ 100% സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തപ്പോൾ വന്ന ആദ്യത്തെ ചോദ്യം, ഈ 1 മാർക്ക് കുറഞ്ഞവരെ അപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 1 മാർക്കൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഉടൻ ചെയ്തത് 1 മാർക്ക് പോയിട്ടൊരു 4-5 മാർക്ക് കുറഞ്ഞാലും നമുക്ക് കോഴ്സ് ഫീയും അതേപോലെ അഡ്മിഷൻ ഫീയും 100% സ്കോളർഷിപ്പ് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അത് താഴ്ത്തി 600-ൽ 575 മാർക്കെങ്കിലും കിട്ടിയവർക്കെല്ലാം എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് കൊടുക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് വന്ന ഒരു കോള്, ഞങ്ങൾ അതിനും താഴെയായിപ്പോയി, ഞങ്ങളിനി എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യം നമ്മളുടെ മുമ്പാകെ ഒരുപാട് വന്നിരുന്നു. അപ്പോഴാണ് ഒരുപാടേറെ കുട്ടികൾ മാർക്ക് കുറഞ്ഞതിൻ്റെ ആത്മസംഘർഷത്തിലൂടെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായത്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒട്ടും നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നീറ്റും JEEയും മാത്രമല്ല, ഒരുപാടേറെ ഓപ്ഷനുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. കരിയർ സാധ്യതകൾ വളരെ വിശാലമായി കിടക്കുന്ന ഒരു ലോകത്തു കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എല്ലായിടങ്ങളിലും ഡിഗ്രി കോഴ്സുകൾക്ക് ഒരുപാടേറെ ഡിഗ്രി കോഴ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാലും നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ഡിഗ്രി കോഴ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഡിഗ്രി കോഴ്സ് മതിയാവുമോ പുതിയൊരു കോമ്പറ്റിറ്റീവായ ലോകത്ത് ജീവിക്കാൻ എന്ന്. നിങ്ങളൊരു ഒരു വിഷയത്തിൽ, ഒരു ഐച്ഛിക വിഷയത്തിൽ, അത് ഏത് സബ്ജക്റ്റും ആവാം, അത് സയൻസ് സബ്ജക്റ്റ് ആവട്ടെ, ഈവൻ ലിറ്ററേച്ചർ ആവട്ടെ, ഡിഗ്രി നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാലും നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ലോകത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്ന ലോകം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. അക്കാഡമിക് എക്സലൻസ് കൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് സുരക്ഷിതമായി നടക്കാവുന്ന ലോകമല്ല ഈ ലോകം എന്ന് പറയുന്നത്. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ലിനെ ഒക്കെ ലോകത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നിരവധിയായ പ്രതിഭകൾ ലോകത്തിന് ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഒരു ഇൻഫ്ലുവൻസറായിരിക്കാം നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ടാവുക, ഒരുപക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായിരിക്കും നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ടാവുക, ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള സിനിമയോ, നിങ്ങളുടെ ഉള്ളിലുള്ള വീഡിയോഗ്രാഫിയോ, നിങ്ങളുടെ ഉള്ളിലുള്ള എഡിറ്റിങ്ങോ, അങ്ങനെ എല്ലാത്തിനെയും ആവശ്യമുള്ള ലോകത്തു കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ലോകം നിങ്ങളുടെ മുമ്പിൽ വാതിലടച്ചു എന്ന തോന്നലോടുകൂടെ ഒരു കാരണവശാലും മാർക്ക് കുറഞ്ഞ കുഞ്ഞുങ്ങൾ ആരും ഇരിക്കരുത്. നിങ്ങളുടെ പ്രതിഭയെ തൊട്ടറിയാൻ കാത്തിരിക്കുന്ന ഒരു ലോകമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സയൻസിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് LBS അപേക്ഷ ക്ഷണിക്കാൻ പോകുന്നേയുള്ളൂ. മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷ ക്ഷണിച്ച് തുടങ്ങും. അതിനകത്ത് BSc നഴ്സിംഗ് ഉണ്ട്. നഴ്സിംഗ് ഒക്കെ ഒരുപാട് പാഷനായി കുട്ടിക്കാലം മുതലേ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കാം. അതുപോലെ ഫിസിയോതെറാപ്പി ഉണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റുകൾ നിലവിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ ഡോക്ടർ എന്ന് ഉപയോഗിക്കാവുന്ന സ്ഥിതിയാണ് ഇന്ന്. ആ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നമ്മളുടെ മുമ്പിലുള്ളത്. അതുപോലെ ഒക്യുപ്പേഷണൽ തെറാപ്പി, MLT, അങ്ങനെ ഒരുപാടേറെ പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. CUET ഓഫ് കോഴ്സ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു വലിയ സ്പേസാണ്, വലിയ ലോകമാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൻ്റെ ഒരു ബൗണ്ടറിയൊക്കെ ഭേദിച്ച് നിങ്ങൾ ചെന്ന് കയറുന്ന വലിയ യൂണിവേഴ്സിറ്റികളുടെ എക്കോ സിസ്റ്റം, നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതായിരിക്കും. അത്ര വിശാലമായ വാതിലുകൾ തുറന്ന് നിങ്ങളെ സ്വീകരിക്കാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ മർച്ചൻ്റ് നേവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ജോലി സാധ്യതകൾ നാം എണ്ണാൻ തുടങ്ങിയാൽ ഒരുപാടേറെ സാധ്യതകളുണ്ട്. ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ജോലി സാധ്യതയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഞങ്ങൾ മാക്സിമം മറുപടി പറയാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന, നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളെ സ്വീകരിക്കാനിരിക്കുന്ന ഒരു ലോകം മുമ്പിലുണ്ടായിരിക്കെ നിങ്ങളുടെ മുമ്പിലുള്ള വാതിലുകൾ അടഞ്ഞുപോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഥകൾ പറയാൻ ശ്രമിക്കാറുള്ള ഒരാളാണ്. ഞാൻ ഒരുപാടേറെ പറഞ്ഞ ഒരു പേര് അഭിഷേക് റൂബൻ്റെ പേരാണ്.
അഭിഷേക് രൂപൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഞാൻ +1 ഫിസിക്സിന് 17 മാർക്ക് വാങ്ങി തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ്. +2 ഫിസിക്സിന് എനിക്ക് 18 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കയറി വന്നത് അഭിഷേക് രൂപൻ. ഇവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞ് അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ നീറ്റ് ഫിസിക്സിൻ്റെ അയാളുടെ മാർക്ക് 180 മാർക്കാണ്. നീറ്റിന് ഒരാൾക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ മാർക്കാണ് ഒരു സബ്ജക്റ്റിന് 180 എന്ന് പറയുന്നത്. അതും ആ വർഷത്തെ നീറ്റിൻ്റെ ഏറ്റവും ടഫ് പേപ്പർ ഫിസിക്സ് ആണ്. 180 മാർക്ക് വാങ്ങി അഭിഷേക് രൂപൻ ഇറങ്ങിപ്പോയി. ആ വർഷത്തെ നീറ്റിൽ 21ാം റാങ്കും നേടി. അയാൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലൊന്നായ ജിപ്മറിൽ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തോറ്റുപോയി എന്ന് ലോകം ചുറ്റും നിന്ന് പറഞ്ഞ ഒരു കോഴ്സിനും അഡ്മിഷൻ കിട്ടാതിരുന്ന, ഡിഗ്രിക്ക് പോലും അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് നീ ഒരു ഭൂലോക തോൽവിയാണെന്ന് പറഞ്ഞ, താമസിക്കാൻ ഒരു വീടില്ലാതെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനിടയിൽ വല്ല ജോലിക്കും പോയാൽ വാടക വീട്ടിലെങ്കിലും താമസിച്ചുകൂടെ എന്ന് ചുറ്റും നിന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേയിരുന്ന, നെഗറ്റീവ് എനർജി മാത്രം കിട്ടിക്കൊണ്ടേയിരുന്ന അഭിഷേക് രൂപനാണ് അതിനെ മുഴുവനും വാശിയായി എടുത്ത് പഠിച്ച് ഇവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞ് 21ാം റാങ്കും വാങ്ങി MBBSന് ജിപ്മറിൽ പഠിക്കാൻ വേണ്ടി പോയത്. സോ ഒരു കോമ്പറ്ററ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ +2 മാർക്കിൻ്റെ തുടർച്ചയേ അല്ല. ആ തോന്നൽ നിങ്ങൾക്കുണ്ടാവരുത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, പാഷനേറ്റാണ് നിങ്ങളെങ്കിൽ സൈലത്തിൻ്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കിടപ്പുണ്ട്. നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിയവരും ആവട്ടെ, പക്ഷെ ആഗ്രഹമാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത്. ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടല്ല മക്കളാരും സൈലത്തിലേക്ക് വരേണ്ടത്. ആഗ്രഹവുമായി നിങ്ങൾ സൈലത്തിലേക്ക് വരികയാണെങ്കിൽ, എനിക്കല്പം മാർക്ക് കുറഞ്ഞു പോയി, എനിക്കല്പം ബേസ് വേണം, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം, എനിക്ക് കെയർ കിട്ടണം എന്നൊക്കെ നിങ്ങൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കെയറും നിങ്ങൾക്ക് കോൺഫിഡൻസും തന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സൈലം തുറന്നു വെച്ചിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് സൈലം എന്ന ചോദ്യത്തിന് ഇതുവരെയും ഗംഭീരമായി പെർഫോം ചെയ്തിരുന്നവരുടെ തുടർച്ച കാണാനല്ല സൈലം എന്ന അഭിപ്രായം എക്കാലവും ഞങ്ങൾക്കുണ്ട്. അവരെ ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നോ അതേപോലെ അവരെ ഞങ്ങളുടെ ഏത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നോ അതേ ടീച്ചേഴ്സ് ഇവിടുത്തെ അവസാനത്തെ കുട്ടിയെയും പഠിപ്പിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ തോറ്റു എന്ന് വിചാരിക്കരുത്. ആര് നിങ്ങളെ ചേർത്ത് പിടിച്ചില്ല എങ്കിലും സൈലം നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. ഇനി ഈ പറയുന്ന മർച്ചൻ്റ് നേവിയും ഈ പറയുന്ന പാരാമെഡിക്കൽ കോഴ്സുകളും നഴ്സിങ്ങും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് MBBS വേണം, എനിക്ക് എഞ്ചിനീയറിംഗ് വേണം എന്ന് നിശ്ചയദാർഢ്യമെടുത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് ഇവിടെ മടക്കി വെച്ച് ഞാൻ ഇനി പഠിക്കും എന്ന ഉറച്ച തീരുമാനമെടുത്ത് സൈലത്തിലേക്ക് വരൂ. നിങ്ങളെ ഞങ്ങൾ സ്നേഹിച്ച് പഠിപ്പിക്കും. നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളെ കാത്തിവിടെ ഇല്ല. ഒരാളും നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്ന പരാതി നിങ്ങളോട് പറയില്ല. പഠിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ആഗ്രഹമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എങ്കിൽ, മാർക്ക് കുറഞ്ഞാലും മാർക്ക് കുറഞ്ഞവർക്കൊപ്പം സൈലമുണ്ട് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ വന്നത്. ലഡുവുമായോ കേക്കുമായോ സൈലത്തിലേക്ക് കയറി വരുന്ന വലിയ മാർക്കുള്ള കുഞ്ഞുങ്ങളെ മാത്രമല്ല അവരിലൂടെ ഞങ്ങൾ കാണുന്നത്, കരഞ്ഞിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ അവസാനത്തെ കുട്ടിയെയും അവരിവിടെ വന്നിറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട്. അവരിലൂടെ നടക്കാനാണ് സൈലത്തിന് ഇഷ്ടം. അവർ പ്രൊഫഷണലുകളാവുന്നത് കാണാനാണ്, അവരുടെ ജീവിത വിജയത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പ്ലാറ്റ്ഫോം എന്ന് അഭിമാനിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് തോറ്റ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷനൊക്കെ എഴുതി അവർ ജയിച്ചോളും. അവർ ജീവിതത്തിൽ ഒരിക്കലും തോൽക്കില്ല. മാർക്ക് കുറഞ്ഞവരായാലും തോറ്റുപോയ കുഞ്ഞുങ്ങളായാലും അവർ ജീവിതത്തിൽ തോൽക്കുകയില്ല. അത് അവരുടെ ചുറ്റുപാട് മനസ്സിലാക്കണം. അവരുടെ പാരൻസും അവരുടെ നാടുമൊക്കെ അത് മനസ്സിലാക്കണം. അവർ തോറ്റ കുഞ്ഞുങ്ങളല്ല, അവർ താൽക്കാലികമായി ഒരു കാല് പിന്നോട്ട് വെച്ച കുഞ്ഞുങ്ങളാണ്. ഒരു കാല് പിന്നോട്ട് വെച്ച് മാത്രമാണ് ലോകം മുന്നോട്ട് കുതിച്ചിട്ടുള്ളത്. ആ കുതിപ്പ് അവരാരംഭിക്കുക തന്നെ ചെയ്യും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ആൾ ദി ബെസ്റ്റ്.